കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെ ബേക്കറിയിലെ വെള്ളത്തിൽ ഷിഗല്ല വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ കാട്ടാക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി. കുടിവെള്ളം പരിശോധിക്കണമെന്ന പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തകരും KSRTC ATA ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കെത്തി. എന്നാൽ ശാസ്ത്രീയമായ പരിശോധന നടന്നില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെള്ളം ശുചിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ടാങ്കുകൾ ശുചിയാക്കാമെന്നും കൃത്യമായി ക്ലീനിംഗ് ഉറപ്പുവരുത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യാവശ്യങ്ങൾക്കായി ജോലിയും മറ്റിതര ആവശ്യങ്ങൾക്കുമായി പോയി വരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ വലിയൊരു അണുബാധ കണ്ടെത്തിയത് വളരെ ആശങ്ക താഴോട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ടാക്കുന്നതാണ്. ഈ ആശങ്ക പരിഹരിക്കുവാൻ ഇത്തരം അണുബാധകളെ യാതൊരു രൂപത്തിലും വ്യാപിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതലും ജാഗ്രതയും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ കാട്ടാക്കട മേഖലാ കമ്മിറ്റി ഇന്ന് ഇത്തരത്തിൽ KSRTCയിലെ ATA കണ്ടുകൊണ്ട് ഇവിടുത്തെ ജലസ്രോതസ്സുകൾ ടാങ്കും അതുപോലെ ഇവിടെ വിവിധ രൂപത്തിൽ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണറുകളും അതിന്റെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്തണമെന്നും അതുവഴിയുള്ള രോഗാണുബാധ തടഞ്ഞുകൊണ്ട് ഈ വ്യാപനത്തെ ഇത്തരം മാരകമായ രോഗങ്ങളെ വരും ദിവസങ്ങളിലും തടയാനാവശ്യമായ വലിയ ജാഗ്രത എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ 2-3 ടാങ്കുകളും അതുപോലെ ചില കിണറുകളും വലിയ രൂപത്തിലുള്ള മലിനമായി കിടക്കുന്ന ഏകദേശം വർഷങ്ങളോളം ആ രൂപത്തിൽ ക്ലീൻ ആക്കാത്ത രൂപത്തിലുള്ള മലിനമായ ജലമാണ് കാണാൻ സാധിച്ചത്. അതേ തുടർന്ന് ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധമാണ് കാട്ടാക്കട മേഖലാ കമ്മിറ്റി എന്ന രൂപത്തിൽ ഉയർത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ATA കാണുകയും ഈ വെള്ളം ഉടനടി തന്നെ എത്രയും വേഗം ഈ വെള്ളം ശുചീകരണ പ്രവർത്തനം നടത്താം എന്ന് ഉറപ്പു തന്നതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ജാഗ്രത ഇത്തരം ആവശ്യങ്ങളിൽ ഉണ്ടാകണമെന്ന് ATAയോട് വലിയ കർശനമായ രൂപത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. GTV ന്യൂസ് കാട്ടാക്കട.